ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ പുണ്യവഴികളിലൂടെ യാത്ര ചെയ്ത് നാം ഓശാനയുടെ സ്മരണകളിലേക്ക് അടുക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ്. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനമാണ് ഈ വചനഭാഗം വരച്ചു കാണിക്കുന്നത്. കുരുത്തോലകൾ വീശി ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു വിളിച്ച് ഒരു വലിയ ജനക്കൂട്ടം അവിടുത്തെ എതിരേൽക്കുന്നു. കേവലം ഒരു ചരിത്ര സംഭവം എന്നതിലുപരി നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വലിയ 3 പാഠങ്ങൾ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇസ്രായേൽ ജനത കാത്തിരുന്നത് റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ കുതിരപ്പുറത്ത് വരുന്ന ഒരു യോദ്ധാവിനെയായിരുന്നു. എന്നാൽ യേശു തിരഞ്ഞെടുത്തത് ഒരു കഴുതക്കുട്ടിയെയാണ്. അധികാരത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ പ്രതീകമായല്ല, മറിച്ച് സമാധാനത്തിൻ്റെയും എളിമയുടെയും രാജാവായാണ് അവിടുന്ന് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഈ എളിമയുണ്ടാകണം. അഹങ്കാരത്തിൻ്റെയും പദവികളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ്റെ ഹൃദയത്തിലല്ല, വിനയമുള്ളവൻ്റെ ഉള്ളിലേക്കാണ് ക്രിസ്തു രാജാവായി എഴുന്നള്ളുന്നത്. രണ്ടാമതായി, ഈ ജനക്കൂട്ടം എന്തുകൊണ്ടാണ് യേശുവിനെ ഇത്ര ആവേശത്തോടെ സ്വീകരിച്ചത് എന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മപരിശോധനയാണ്. എന്തിനാണ് നാം ഈശോയുടെ പിന്നാലെ പോകുന്നത്? നമ്മുടെ വിശ്വാസം വെറും അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും മാത്രം അധിഷ്ഠിതമാണോ? അന്ന് കുരുത്തോലകൾ വീശിയ അതേ ജനക്കൂട്ടമാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുകയും ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാണോ നമ്മൾ? പ്രതിസന്ധികളുടെ കാൽവരി മലയിലും ഈശോയെ വിട്ടുപോകാത്ത ഉറപ്പുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മൂന്നാമതായി, വചനം പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവർ ഇതെല്ലാം അനുസ്മരിച്ചു. നമ്മുടെ പലരുടെയും ജീവിതം ഇതുപോലെയാണ്. ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില കഷ്ടപ്പാടുകളുടെയോ സഹനങ്ങളുടെയോ അർത്ഥം ആ സമയത്ത് നമുക്ക് മനസ്സിലാകണമെന്നില്ല. ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് നാം ചോദിച്ചേക്കാം. എന്നാൽ അവിടുത്തെ സമയം വരുമ്പോൾ, അവിടുന്ന് മഹത്വം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തിനും പിന്നിലെ വലിയ ദൈവിക പദ്ധതി നാം തിരിച്ചറിയും. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയാണ് നമുക്കുണ്ടാകേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ ഓശാന തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ഉണങ്ങിയ കുരുത്തോലകൾക്ക് പകരം നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ഈശോയ്ക്ക് മുന്നിൽ വിരിക്കാം. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി മാത്രമല്ല, അവിടുത്തെ കുരിശിൻ്റെ വഴിയിൽ കൂടെ നടക്കാൻ കൂടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം എളിമയുടെ രാജാവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് ഇടവരുത്തട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.